അപ്പം നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് പല ഭാഗത്തുള്ള റൂംസിൻ്റെ അവൈലബിലിറ്റിയും ഡീറ്റെയിൽസും. ഞാൻ എന്നുള്ളത് വൈറ്റ് ഫീൽഡിലാണ്. ഹായ്. അപ്പോൾ വൈറ്റ് ഫീൽഡ് ഭാഗത്താണ് നമ്മൾ. ഇത് വൈറ്റ് ഫീൽഡ് തന്നെ പറയണോ, ഇതിന് ഏത് ഭാഗം പറയണോ? വൈറ്റ് ഫീൽഡ് ഹിമഡഹള്ളി റോഡ്. ഏതാ? ഹിമഡഹള്ളി റോഡ്. ഹിമഡഹള്ളി റോഡിലാണുള്ളത് വൈറ്റ് ഫീൽഡ് ഭാഗത്ത്. അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെ മലയാളീസ് വൈറ്റ് ഫീൽഡ് ഭാഗത്തൊക്കെ റൂംസ് നോക്കുന്നുണ്ട്. കൂടുതൽ പേരും ഡെപ്പോസിറ്റ് ഇല്ലാതെയാണ് റൂം നോക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ഇല്ലാതെ ഒരു റെൻറ്റിന് ഫർണിഷ്ഡ് അല്ലേ, എനിക്ക് റൂം കാണിച്ചിരി, റൂം കാണാൻ വേണ്ടി വന്നാൽ. അപ്പം ഒരു ഡെപ്പോസിറ്റ് ഇല്ലാതെ നിങ്ങൾ റൂം നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് ഇവരുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ 4 ഫ്ലോറല്ലേ വരുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് മൊത്തം 5 ഫ്ലോർ അല്ലേ? എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത്? നമുക്കിവിടെ നമ്മൾ ഫർണിഷ്ഡ് ആയിട്ട് കോട്ട്, ബെഡ്, സോഫ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ്. ഓക്കെ. പിന്നെ ഈ അൾമാറ. ഓക്കെ, അൾമാറ സെറ്റപ്പ്, കോട്ട്, ബെഡ്, പിന്നെ ഗ്യാസ് സ്റ്റവ്. ടി വി ഉണ്ടോ? ടി വി ഇല്ല. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു ഫ്രിഡ്ജ്, അതേപോലെ തന്നെ ഇത്രയും സെറ്റപ്പിൽ നിങ്ങൾക്കൊരു റൂം ഇവർ സെറ്റ് ചെയ്ത് 2 BHK ഉണ്ട്, 1 BHK ഉണ്ട് അല്ലേ? 2 BHK ഉണ്ട്, 1 BHK ഉണ്ട്. 2 BHK ബാൽക്കണി ഉണ്ട് അല്ലേ? ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് റെന്റ് വരുന്നത്? നമുക്ക് ഇതിപ്പോൾ വന്നിട്ട് 26 ആണ്. 2 BHK 26 ആണ്, വിത്തൗട്ട് ഡെപ്പോസിറ്റ് ആണ്. ഇതിൽ സൗകര്യങ്ങളെല്ലാം ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 1 മന്തിന് താമസിക്കണമെങ്കിൽ അങ്ങനെ നോക്കാം, 2 മന്ത്സിന് താമസിക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ വൈറ്റ് ഫീൽഡ് ഭാഗത്താണ് ജോലി നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പം ആദ്യത്തെ ഒരു മാസം നിങ്ങളുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഒരുമിച്ച് വന്ന് നിന്ന് ഒരു റൂമൊക്കെ നോക്കി, മീൻസ് നിങ്ങൾ ഇങ്ങനത്തെ റൂമൊക്കെ എടുത്ത് പിന്നെ നിങ്ങൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള റൂമിലേക്ക് നോക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ല ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മളൊക്കെ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്തായാലും അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കോട്ട്, ബെഡ്, അൾമാര, സോഫ, ഫ്രിഡ്ജ്, എല്ലാ സ്റ്റൗവ്, ഗ്യാസ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വലിയ ടെൻഷൻസ് ഒന്നുമില്ല. ഇതേപോലെ തന്നെയാണ് 1 BHK വരുന്നത് അല്ലേ? അതെ. അപ്പോൾ 1 BHK എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഹാഫായിരിക്കും, ആ 2 BHK ഒരു ഹാഫ് ആയിട്ടുണ്ടാവും. അതിലും ഇതേപോലെ തന്നെ കോട്ടും ബെഡും പിന്നെ അൾമാറയായിട്ട് എല്ലാ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം. ഇതിലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി ആവശ്യത്തിനോ, കൂടുതൽ ആൾക്കാർ ജോലി ആവശ്യത്തിനാണ് വൈറ്റ് ഫീൽഡിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷനും, ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്കുള്ള പ്രശ്നം വെച്ചാൽ വൈറ്റ് ഫീൽഡിൽ ഒരു റൂം നോക്കുന്ന സമയത്ത് 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് അഡ്വാൻസ് ചോദിക്കുക നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ആവുന്ന സമയത്ത്. ഇനി അത് മാത്രമല്ല റെൻ്റ് ആണെങ്കിലും എന്തായാലും 20 ആ റേഞ്ചിലൊക്കെ മിനിമം വരുന്നുണ്ട്. ഈ ഒരു മീൻസ് വിത്തൗട്ട് ഡെപ്പോസിറ്റ് കുറേ ആൾക്കാർ നമ്മളോട് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു മാസത്തേക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആവശ്യത്തിന് വരുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും. താങ്ക് യു.